ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരമാണ് ഐശ്വര്യ റായ്. 1994 ലോക സുന്ദരിപ്പട്ടം നേടിയ ശേഷമാണ് ഐശ്വര്യ സിനിമയിലേക്ക് എത്തുന്നത്. തമിഴ് സിനിമയിലൂടെയാണ് ഐശ്വര്യ അരങ്ങേറ്റം നടത്തുന്നത്. 1997 പുറത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ ആയിരുന്നു ആദ്യ ചിത്രം. അതിനുശേഷമാണ് ഐശ്വര്യ ബോളിവുഡിലേക്ക് ചുവടുവെക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സിനിമയിലെ നമ്പർ 1 നായികയായി മാറാൻ ഐശ്വര്യയ്ക്ക് സാധിച്ചു. തമിഴിൽ ശങ്കറിൻ്റെ ജീൻസ്, രാജീവ് മേനോൻ്റെ കണ്ടുകൊണ്ടേൻ, മണിരത്നത്തിൻ്റെ ഗുരു തുടങ്ങിയ സിനിമകളിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നു. ഈ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ബോളിവുഡിൽ തിരക്കായതോടെയാണ് ഐശ്വര്യ തമിഴ് വിടുന്നത്. എന്നാൽ പിന്നീട് 2010 രാവണൻ, എന്തിരൻ തുടങ്ങിയ സിനിമകളിലൂടെ തിരിച്ചെത്തുകയും ചെയ്തു. വീണ്ടും തമിഴിൽ നിന്നും ഇടവേളയെടുത്ത ഐശ്വര്യ തിരികെ വന്നത് പൊന്നിയിൻ സെൽവനിലൂടെയായിരുന്നു. ഏകദേശം 12 വർഷത്തിനു ശേഷമുള്ള ഐശ്വര്യയുടെ മടങ്ങിവരവ് കയ്യടി നേടിക്കൊണ്ടായിരുന്നു. മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിലെ ഐശ്വര്യയുടെ നന്ദിനി എന്ന കഥാപാത്രത്തിന് ലഭിച്ചത്. പൊതുവെ വിവാദങ്ങളിലൊന്നും അധികം ചെന്നുപെടാത്ത താരമാണ് ഐശ്വര്യ റായ്. എന്നാൽ ഒരിക്കൽ ഒരു പ്രമുഖ തമിഴ് നടനെ ഐശ്വര്യ കരണത്തടിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടൻ്റെ കരണത്തടിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഈ നടൻ ആരാണെന്ന് വ്യക്തമല്ല. സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഈ നടൻ അബ്ബാസ് ആണെന്നാണ്. കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയോട് അപമര്യാദയായി പെരുമാറി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യയെ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തു. ഐശ്വര്യ ആദ്യം അതെല്ലാം ക്ഷമിച്ചെങ്കിലും ചില സമയങ്ങളിൽ അബ്ബാസ് ക്ഷമ നശിപ്പിക്കും വിധം പെരുമാറി. അതോടെ ക്ഷുഭിതയായ ഐശ്വര്യ അബ്ബാസിൻ്റെ കരണത്തടിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതോടെ നാണം കെട്ട നടൻ ദേഷ്യത്തോടെ കാരവാനിൽ കയറിയിരിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പിന്നീട് സംവിധായകൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യയോട് മാപ്പ് പറയിപ്പിച്ചു. അതിനുശേഷമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ എത്രമാത്രം സത്യമുണ്ടെന്നും വ്യക്തമല്ല. ഐശ്വര്യയും ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം കണ്ടുകൊണ്ടേനിൽ ഐശ്വര്യയ്ക്ക് അബ്ബാസുമായി ചില റൊമാൻറ്റിക് രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അബ്ബാസിൻ്റെ പേര് ചർച്ചയാകാൻ കാരണം എന്നാണ് മറ്റു ചിലർ വിലയിരുത്തുന്നത്. മമ്മൂട്ടി, അജിത്, തബു അടക്കം വമ്പൻ താരനിര അണിനിരുന്ന സിനിമയായിരുന്നു കണ്ടുകൊണ്ടേൻ. ചിത്രം വലിയ വിജയമായി മാറിയിരുന്നു.